അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ചില ഹൈറായ നന്മ നിറഞ്ഞ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, എല്ലാ ഹൈറിലേക്കും എല്ലാ നന്മയിലേക്കും ക്ഷണിക്കുന്ന, അത് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്കുള്ള ദഅവത്ത് ഖൈറിലേക്കുള്ള ദഅവത്താണ് എന്ന് ഖുർആൻ പറയാനുള്ള കാരണം. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന് ഒരു സംഘമുണ്ടാവട്ടെ, അവർ ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. അവിടെ യദ്ഊന ഇലൽ ഖൈർ എന്ന് പറഞ്ഞാൽ യദ്ഊന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാണ്. കാരണം ഇസ്ലാം ഖൈറാണ്, എല്ലാ നന്മകളുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല വ്യക്തിത്വത്തെ രൂപീകരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇവിടെ ഖൈറുക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള മഅന അഫ്ളലുക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ്. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഖൈരിയത്തിൻ്റെ, ഒരാളുടെ സ്വലാഹിയത്തിൻ്റെ, നന്മയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അയാളുടെ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ്. ഖുർആൻ പഠിക്കുന്ന ഒരാളാണോ, അത് പഠിപ്പിക്കുന്ന ഒരാളാണോ, ഇങ്ങനെ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ് ഒരു വ്യക്തിയുടെ നന്മയെ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാൻ. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു. നബിയുടെ ഡ്യൂട്ടി എന്താണ്? പല സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താണ്? ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് ഖുർആൻ പഠിപ്പിക്കലായിരുന്നു. അതുകൊണ്ടാണ് സ്വഹാബികൾ ഇന്നാലിന്ന ആയത്ത്, ഇന്നാലിന്ന ദിക്ർ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് പോലെ പഠിപ്പിച്ചു തന്നിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ഖുർആൻ ഓതി പഠിപ്പിച്ചു കൊടുത്തിരുന്നു, റിപ്പീറ്റ് ചെയ്ത് ഓതി കൊടുത്തിരുന്നു. നമസ്കാരത്തിലും നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയിരുന്നു. അങ്ങനെ നോക്കിയാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് പരിപൂർണമായും ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഓരോ റമളാനിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതി കൊടുക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചു ഓതിയിട്ട് ആ ഖിറാഅത്ത് ഒത്തുനോക്കുന്നു. വഫാത്തിന് തൊട്ടു മുമ്പുള്ള റമളാനിൽ 2 തവണ ആദ്യം മുതൽ അവസാനം വരെ റിപ്പീറ്റേഷൻ നടക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇപ്രകാരം ഖുർആനുമായി ഉള്ള ഒരു ബന്ധം, ഖുർആൻ പഠിക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിൻ്റെ തഫ്സീർ. കാരണം എല്ലാ ഖൈറിലേക്കും ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ, എല്ലാ വെളിച്ചത്തിലേക്കും ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഒരു ഖുർആനിൻ്റെ പഠിതാവ് ഏറ്റവും നല്ല വ്യക്തിത്വമായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് അത് ശരിയായി തീരുന്നതും. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരുപോലെ ആവാൻ പാടില്ല. അപ്പോൾ ഖുർആൻ ഓതി പഠിച്ച ഒരാൾ അത് പഠിക്കാത്ത ഒരാളെപ്പോലെ ആയാൽ അതുകൊണ്ട് ഫായിദയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനത്തിൻ്റെ ആളുകളായി തീരുകയും അതിലേക്കുള്ള ദഅവത്തിൻ്റെ ആളുകളായി തീരുകയും, ഇതൊക്കെ ഖുർആനിൻ്റെ ആളുകളായി തീരലാണ്. ഒരാൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായാൽ മതി, അതിൻ്റെ ഉപദേശിയായാൽ മതി.
അതിന് മറ്റു ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായാൽ മതി, അതിൽ പണം ഇറക്കുന്ന ആളായാൽ മതി, എന്തുമാവാം. ഖുർആനുമായി റിലേറ്റഡായി ഖുർആൻ പഠിക്കലും അത് പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിൽ ഭാഗവാക്കാവുന്നതും ഏറ്റവും ഹൈറായ കാര്യമാണ്. അതിനേക്കാൾ ഹൈറായ മറ്റൊരു വിഷയമില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഖുർആൻ പഠിപ്പിക്കൽ തന്നെയായിരുന്നു. അപ്പോൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളായി നമ്മൾ തീർന്നാൽ ഇൻഷാ അള്ളാഹ് അത് വളരെ വലിയ ഹൈറാണ്. ആ ഹൈറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നു മാത്രം. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രമാത്രമാണോ ആയുസ് നൽകുന്നത്, ഈ ആയുസ്സിലെല്ലാം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി തീരുക എന്നാണ്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസ്സാണോ അള്ളാഹു നീട്ടിക്കൊടുക്കുന്നത്, മാത്രമല്ല അതിൽ അമലുകളും നന്നാക്കി തീർത്താൽ അവനാണ് ഏറ്റവും ഹൈറായവൻ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് കാലം ജീവിക്കാൻ സൗകര്യമുണ്ടാവുക, ആ ജീവിക്കുന്ന കാലം അത്രയും ഹൈറുകൾ പ്രവർത്തിക്കുക. ഇത് വളരെ നല്ലൊരു പൊസിഷനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഹൈറാണ്, ഒരു ബറക്കത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ആയുസ്സിൽ ദൈർഘ്യമുണ്ടാവണമെന്നും റിസ്ഖിൽ ബറക്കത്തുണ്ടാവണമെന്നും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫലിയസിലു റഹിമഹു, കുടുംബബന്ധം ചേർത്തോളൂ. അപ്പോൾ ആയുസ്സിൽ വർധന ഉണ്ടാവുക, അല്ലെങ്കിൽ ലഭിച്ച ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ആ ആയുസ് മുഴുവൻ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാം മഹാന്മാരായ ചില സ്വഹാബികൾ, മഹാപണ്ഡിതന്മാരായ സ്വഹാബികൾ, പക്ഷെ അവരുടെ വയസ്സ് നോക്കിയാൽ 25, 20, 30, 35 പ്രഗത്ഭരായ ഒട്ടുമിക്ക സ്വഹാബികളുടെയും പ്രായം അങ്ങനെയായിരുന്നു. പ്രഗത്ഭരായ ഒരുപാട് ഇമാമിങ്ങളുടെ പേരുകൾ നമുക്കറിയാം. അതിൽ മഹാഭൂരിപക്ഷവും 40 വയസ്സിന് മുമ്പൊക്കെ മരണപ്പെട്ടു പോയവരാണ്. പക്ഷെ അവരെഴുതിയ കിതാബ് വായിച്ചു തീർക്കാൻ ഒരു 200 വർഷം നമുക്ക് കിട്ടിയാലും ഒരുപക്ഷെ സാധിച്ചൊന്നും വരില്ല. അത്രയും കിതാബുകൾ അവരെഴുതിയിട്ടുണ്ട്, അത്രയും ഷറഹുകൾ അവരെഴുതിയിട്ടുണ്ട്, അത്രയും തഫ്സീറുകൾ അവരെഴുതിയിട്ടുണ്ട്. ഇനി അവരിൽ വാർദ്ധക്യം ചെന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട്, 100ൻ്റെ മേലെ കടന്നു പോയ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രായത്തിലും അവർ വായിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു, ഹദീസിൻ്റെ ദർസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതൊരു ബറക്കത്താണ്. അള്ളാഹു നൽകുന്ന ആയുസ് എത്രയാണോ ആ ആയുസ്സിലൊക്കെ നന്മ ചെയ്യാൻ കഴിയുക, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അതാണ് അതിൻ്റെ ഒരു ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദീർഘായുസ് നൽകപ്പെടുകയും ആ ദീർഘായുസിൻ്റെ കൂട്ടത്തിൽ സൽക്കർമ്മം ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വേദിയിലിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനു വേണ്ടി ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത ആൾ, അപ്പോൾ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്, മഅ അൽ അമലി സ്വാലിഹ്, സൽക്കർമ്മത്തോടു കൂടിയുള്ള ദീർഘായുസിനെ ചോദിക്കൂ. പലരും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടായിട്ടെന്ന് പറയും, അത്രമാത്രം പറഞ്ഞാൽ പോരാ, ആ ദീർഘായുസ് സൽക്കർമ്മത്തോടു കൂടിയാവട്ടെ എന്നതുകൂടി ദുആയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നാമും ദീർഘായുസിനു വേണ്ടി റബ്ബിനോട് ചോദിക്കുമ്പോൾ, അള്ളാഹുവേ സൽക്കർമ്മത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുവേ ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപനായി ഖലീഫയായി നീ എന്നെ മാറ്റി, എൻ്റെ ഈ ആയുസ്സിൽ പരമാവധി ഞാനത് ചെയ്തിട്ടുണ്ട്, പക്ഷേ റബ്ബേ എൻ്റെ ശരീരത്തിന് ദുർബലതകൾ എനിക്ക് കാണാൻ സാധിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ പരീക്ഷിക്കല്ലേ റബ്ബേ, എന്നെ നീ നിന്നിലേക്ക് വിളിക്കണമേ. നോക്കൂ നിങ്ങൾ, തൻ്റെ പ്രവർത്തനങ്ങളിൽ അമലിൽ അത് കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുമ്പോൾ അവർ മരണത്തെ ആഗ്രഹിക്കുകയാണ്. കാരണം സൽക്രമമില്ലാത്ത ആയുസ് എന്നുള്ളത് അതൊരു പക്ഷേ പരലോകത്തൊരു ഭാരമായി മാറിയേക്കാം. ആ പ്രാർത്ഥന കഴിഞ്ഞ് അധികം താമസിയാതെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേട്ടു, അദ്ദേഹം ഷഹീദായി. അപ്പോൾ അങ്ങനെയായിരുന്നു അവർ ആയുസ്സിനെ കണ്ടിരുന്നത്. അവസാന നിമിഷങ്ങളിൽ പോലും ദിക്റുകൾ അവർ വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്, ദുആകളും ഖുർആനിൻ്റെ ഖിറാഅത്തും അവർ വർദ്ധിപ്പിച്ചിരുന്നു എന്നാണ്. മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അതൊരു മനുഷ്യൻ്റെ ഖൈറിൻ്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്,
മുസ്നദു ശിഹാബ് അൽ ഖുദാഇ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ നാസ് അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ ഏറ്റവും ഖൈറായവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാകുന്നു. കഴിവിൻ്റെ പരമാവധി ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക, അത് മനുഷ്യൻ്റെ ഒരു നന്മയാണ്, ഒരു മുസ്ലിമിൻ്റെ ഒരു നന്മയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ വലിയ ഒരു ഖൈറാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഖൈറാണ് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായി വർത്തിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരായി വർത്തിക്കുക. അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങളാകട്ടെ. ഒരാവശ്യം പൂർത്തീകരിക്കാൻ ഒരാളുടെ കൂടെ പോവുക, ഒരാളുടെ കാര്യം ചെയ്തു കൊടുക്കുക, ഒരു ഓഫീസ് വർക്ക് ചെയ്തു കൊടുക്കുക, ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കുക, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് വിഷയങ്ങളുണ്ടാകാം. ആ കാര്യങ്ങളിലൊക്കെ മറ്റൊരാൾക്കൊരു ഉപകാരമായി വർത്തിക്കുക, അയാളുടെ ഒരു പ്രയാസത്തിനൊരു തണലായി നിന്നു കൊടുക്കാൻ കഴിയുക, ഇതൊക്കെ വലിയ നല്ല നല്ല സ്വഭാവങ്ങളാണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ സ്വഭാവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു, കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരം ഒരാളുടെ കൂടെ പോയി അയാളുടെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു മുസ്ലിമിൻ്റെ ഒരു പ്രശ്നം ഒരാൾ പരിഹരിച്ചാൽ ഖിയാമത്ത് നാളിൽ ആ വ്യക്തിയുടെ ഒരു പ്രശ്നം അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ മഹ്ശറിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരാനുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് കടമ്പകൾ കടക്കാനുള്ള ലോകമാണ് മഹ്ശർ. ഇവിടെ നമ്മുടെ ആയുസ് എത്രയാണ്? 50, 60, 100 അല്ലേ? മഹ്ശറിലെ വിചാരണയ്ക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പ് പോലും 50,000 വർഷമാണ്. വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലും 50,000 വർഷമാണ്. അപ്പോൾ ഇവിടെ ഉള്ളതിനേക്കാൾ താരതമ്യേന അതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ മഹ്ശറിൽ അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്ന്. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിമായ ഒരാളുടെ ഒരു പ്രശ്നം അള്ളാഹു നീക്കിയാൽ പരലോകത്തിലെ ഒരു പ്രശ്നം അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? പരലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട് എന്നാണ്. അവിടങ്ങളിലൊക്കെ റിലീസ് കിട്ടണം, എളുപ്പം കിട്ടണം. അതിനുള്ളൊരു വഴിയാണ് ദുനിയാവിൽ പ്രശ്നം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി ഒരു വ്യക്തി മാറുക. അതെത്ര കണ്ട് ഒരാൾ അതിൽ മുൻപന്തിയിലാകുന്നുവോ അത്ര കണ്ട് അവൻ ഹൈറായവനാണ് എന്നാണ്. സാമൂഹിക ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പാവങ്ങളെ സഹായിക്കൽ, ഭക്ഷണം കൊടുക്കൽ, വീട് വെച്ച് കൊടുക്കൽ. പക്ഷെ അതിൻ്റെ ലക്ഷ്യം പബ്ലിസിറ്റി ആവരുത് എന്ന് മാത്രം. റിയാ, സുമഅത്ത് ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഈ പരലോക ചിന്തയാൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അത്തരം ആളുകൾ ഏറ്റവും ഹൈറായവരാണ്. എന്നാൽ ലക്ഷ്യം മാറിയാൽ അവർ ഏറ്റവും ഷർറായവരുമാണ്. 4-മത്തത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. മറ്റൊരു റിവായത്തിലുള്ളത് വഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. ഈമാൻ ഏറ്റവും അധികം പൂർത്തീകരിക്കപ്പെടുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകുന്നു. സൽ സ്വഭാവം, നല്ല പെരുമാറ്റം. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. നിങ്ങളിൽ ഏറ്റവും ഹൈറായ ദറജയിലുള്ളവൻ സ്വന്തം ഭാര്യയോട്, സ്ത്രീകളോട്, വീട്ടിലുള്ളവരോട് മാന്യമായി പെരുമാറുന്നവനാകുന്നു. അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്ന 2 പാഠമാണ്. ഒന്ന്, ഒരാളുടെ ഈമാനിൻ്റെ വർധനവിനെ സൂചിപ്പിക്കുന്നതാണ് അയാളുടെ സ്വഭാവത്തിലെ, പെരുമാറ്റത്തിലെ മേന്മ, നല്ല നോബിളായ ക്യാരക്ടർ, ആളുകൾക്ക് കണ്ടാൽ അസൂയ തോന്നുന്ന രൂപത്തിലുള്ള പെരുമാറ്റം. അത് വളരെ നല്ല കാര്യമാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം. വാക്കിലും പെരുമാറ്റത്തിലും അടക്കത്തിലും ഒതുക്കത്തിലുമൊക്കെ അതിൻ്റെ ഒരു ഈമാനിൽ കുറവ് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിലൊക്കെ മോശമായ രീതികൾ ഉണ്ടാകുന്നത്. ഈമാനിലെ വർധനവിനനുസരിച്ച്, ഹയായിലെ വർധനവിനനുസരിച്ച് സ്വഭാവത്തിൽ നന്മയുണ്ടാകും. എന്ന് മാത്രമല്ല, ഈ സൽസ്വഭാവം പ്രകടിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായി പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വീടുകളാകുന്നു, നമ്മുടെ വീടകങ്ങളാകുന്നു, നമ്മുടെ വീട്ടിനുള്ളിലാണ്. അതുകൊണ്ടാണ് ആ ഹദീസിനെ ഷറഹ് ചെയ്യുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത്, ഒരു വ്യക്തി തൻ്റെ ഭാര്യയോടും മക്കളോടും എത്ര നന്നായി പെരുമാറുന്നുവോ അതാണ് അയാളുടെ ഈമാനിൻ്റെ ഒരു മാബിനി എന്നാണ്. നമ്മൾ ശരിക്കും ഈമാനുള്ളവരാണെങ്കിൽ, ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ, തഖ്വയുള്ളവരാണെങ്കിൽ അതിൻ്റെ എല്ലാ അടയാളവും അനുഭവിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ ഇണകളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളുമാണ്. എന്നാൽ പലപ്പോഴും വീട്ടിലുള്ളവർക്ക് ഏറ്റവും മോശമായത് കരുതി വെക്കുകയും പുറത്തുള്ളവർക്ക് ഏറ്റവും നല്ലത് നൽകുകയും ചെയ്യലാണ് പല ആളുകളും ചെയ്യുന്നത്.
പുറത്തുള്ളവർക്ക് നല്ലത് നൽകണ്ട എന്നല്ല, നൽകണം. പക്ഷേ അത്ര തന്നെയോ അതിനേക്കാൾ കൂടുതലോ വീട്ടിലുള്ളവരോടുള്ള പെരുമാറ്റം നന്നാക്കി തീർക്കണം. അങ്ങനെയുള്ളവനാണ് മാന്യൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റം ആരിൽ നിന്നാണോ ഉണ്ടാവുന്നത് അവനാണ് മാന്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റജുലൻ അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഖാദാഹു ബഈറ. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കടം വാങ്ങിയ ഒട്ടകത്തെ തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ ഒട്ടകം, ആവശ്യത്തിന് ഒട്ടകം ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ കടം വാങ്ങിയിരുന്നു. ചില യാത്രകളിലൊക്കെ ഒട്ടകത്തെ കടം വാങ്ങിയിരുന്നു. അങ്ങനെ കടം വാങ്ങിയ ഒട്ടകത്തെ തിരിച്ചു ചോദിക്കാൻ വേണ്ടി ഒരാൾ വന്നു നബിയുടെ അടുത്ത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തു. ആ വ്യക്തിക്ക് ആ കടം വീട്ടു, ആ ഒട്ടകത്തെ തിരിച്ചു കൊടുക്കും. ഫഖാലു, അപ്പോൾ അവർ പരിശോധിച്ചു നോക്കി, മാ നജിദു ഇല്ലാ സിന്നൻ അഫ്ളല മിൻ സിന്നിഹി. അദ്ദേഹം തന്ന പ്രായത്തേക്കാൾ നല്ല പ്രായത്തിലുള്ള നല്ല മുന്തിയ ഒട്ടകമേ ഉള്ളൂ നബിയെ. അദ്ദേഹം അതിനേക്കാൾ പ്രായം കുറഞ്ഞതും ഇനം മുന്തിയതല്ലാത്തതുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ തിരിച്ചു കൊടുക്കാൻ ആ ഇനത്തിലില്ല, ഒക്കെ മുന്തിയതേ ഉള്ളൂ. എന്തു ചെയ്യും? ഫഖാല റജുൽ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ വ്യക്തി പറയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട്, ഔഫൈതനി ഔഫാക്കല്ലാഹ്, എനിക്ക് പൂർത്തീകരിച്ച് പൂർണ്ണമായി നൽകൂ, അള്ളാഹുവും താങ്കൾക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഅ്തു, ആ ഉള്ളതിൽ ഏറ്റവും മുന്തിയത് തന്നെ കൊടുക്കൂ. കാരണം ഫഇന്ന മിൻ ഖിയാരിൻ നാസി അഹ്സനുഹും ഖളാഅ. മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുന്നവനാണ്. തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായി, അത് കടം വാങ്ങിയ ഒരു വസ്തുവാകട്ടെ, ഇനി പണമാകട്ടെ, ഇസ്ലാം നിഷിദ്ധമാക്കിയത് എന്തേ ഉള്ളൂ? പലിശ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അഥവാ വ്യവസ്ഥ വെച്ച് കടം കൊടുക്കൽ നിഷിദ്ധമാണ്. എന്നാൽ ഒരാൾ കടം തന്നു, അത് തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ നൽകൽ അനുവദനീയമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ്, മുസ്തഹബാണ്, നല്ലതാണ്. അത് ഇതേപോലെയുള്ള വസ്തുക്കളാണെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ മുന്തിയത് കൊടുക്കാം, പണമാണെങ്കിൽ അധികരിച്ചു കൊടുക്കാം, വിരോധമല്ല. അത് ഖളാവ് വീട്ടുമ്പോൾ അത് അനുവദിക്കപ്പെട്ടതാണ്. ഹറാമായതെന്ത് മാത്രമാണ്? വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള പലിശയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്ന മിൻ ഖിയാരിൻ നാസി അഹ്സനുഹും ഖളാഅ. ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്നവനാണ് ഏറ്റവും ഖൈറായത്. അതുകൊണ്ട് ഒരാളോട് നമ്മൾ കടം വാങ്ങുമ്പോൾ, അത് വസ്തുവാകട്ടെ പണമാകട്ടെ, അത് തിരിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും മോശമായ രീതിയിൽ അയാൾക്ക് കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഏറ്റവും ഖൈറായ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയെ ഉണ്ടാകാൻ പാടുള്ളൂ. അതൊരു വ്യക്തിയുടെ മാന്യതയുടെ അടയാളമാണ്, ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആറാമത്തത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്ന സന്ദർഭം, അദ്ദേഹം എപ്പോഴും ഭക്ഷണം, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളാണ്. അത് സുഹൃത്തുക്കൾക്കാണെങ്കിലും പാവപ്പെട്ടവർക്കാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക, കൊടുക്കുക. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക? അതിനെ ഒരു ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ആയത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ മൻ അത്അമ അത്ആം, ഭക്ഷണം കൊടുക്കുന്നവനും വറദ്ദ സലാം, സലാം മടക്കുന്നവനുമാകുന്നു. സലാം പറഞ്ഞാൽ സലാം മടക്കുന്നതിൽ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. വളരെ ഭംഗിയായി സലാം മടക്കണം. അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ വ അലൈക്കുമുസ്സലാം എന്ന് ക്ലിയറാക്കി പറയുക. എന്തെങ്കിലും കാട്ടിക്കൂട്ടി ആന്യം കാണിച്ചു പറയലല്ല, കൃത്യമായിരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില ആളുകൾ വരും, അവർ സലാമിൽ നിന്ന് മോഷ്ടിക്കും എന്നാണ്. സലാം മടക്കുമ്പോൾ അത് മോഷ്ടിക്കുക. എന്താ സലാം മടക്കുന്നതിൽ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ? വ്യക്തമാക്കി പറയാതിരിക്കുക. അതുകൊണ്ട് തന്നെ സലാം എന്നുള്ളതൊരു ദുആ ആണ്, അള്ളാഹുവിൽ നിന്നുള്ള തഹിയ്യത്താണ്. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ, മുബാറക്കായ അനുഗ്രഹീതമായ ത്വയ്യിബായ തഹിയ്യത്താണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി നല്ല നീറ്റായി പറയണം. മറ്റുള്ള വാക്കുകൾ പറയുന്നത് പോലെയല്ല, വളരെ നീറ്റായി പറയണം. മടക്കുമ്പോഴോ വ അലൈക്കുമുസ്സലാം കൃത്യമായിരിക്കണം. എന്നാൽ സിയാദത്ത് നൽകാം, അതാണ് കൂടുതൽ ഖൈർ.
ഇദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. മടക്കി കൊടുക്കുന്നതൊക്കെ ഹൈറായിരിക്കണം എന്നാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വം തന്നെയാണത്. തിരിച്ചു കൊടുക്കുന്നതൊക്കെ ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ ഹൈറായിരിക്കണം. ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. അപ്പോൾ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുകൂടി പറഞ്ഞാൽ 30 പ്രതിഫലമാണ്. 30 പ്രതിഫലം. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 പ്രതിഫലമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാലും 30 പ്രതിഫലമാണ്. അതിൽ പിന്നെ അധികരിപ്പിക്കലില്ല. അപ്പോൾ ഒന്നതാണ്. രണ്ടാമത്തത് മൻ അത്അമ ത്വആം, ഭക്ഷണം നൽകലാണ്. അത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രതിഫലമായി. പാവപ്പെട്ടവർക്ക്, മിസ്കീനുകൾക്ക്, ഫക്കീറുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക. എന്നാൽ അവർക്ക് മാത്രമാണോ? അല്ല. സുഹൃത്തുക്കളെ സൽക്കരിക്കാം, കുടുംബക്കാരെ സൽക്കരിക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. സ്വർഗപ്രവേശനത്തിന് അർഹമായി തീരുന്ന കാര്യങ്ങളായിക്കൊണ്ടൊക്കെ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി, അദ്ദേഹം ഫക്കീറുകൾക്ക് മാത്രമായിരുന്നില്ല, സുഹൃത്തുക്കൾക്കും ഭക്ഷണം നൽകിയിരുന്നു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇതൊരു നല്ല സ്വഭാവമായിട്ട് പഠിപ്പിക്കപ്പെട്ടതാണ്. അറബികൾ അത് ഇസ്ലാമിൻ്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ അറബികൾ അതിനെ വളരെ വലിയ കാര്യമായി കണ്ടിരുന്നു. വിരുന്നുകാർക്കൊക്കെ മുന്തിയ ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് വിരുന്നുകാരായ ആളുകൾ വന്നപ്പോൾ എന്താണ് ഏതാണ് എന്നൊന്നും ചോദിക്കാതെ ആദ്യം തന്നെ ചെയ്യുന്നത് വേഗം വീട്ടുകാരിയുടെ അടുക്കലേക്ക് പോയിട്ട് ഏറ്റവും നല്ല ഒരു കാളക്കുട്ടനെ അല്ലെങ്കിൽ ഒരു മൂരിക്കുട്ടിയെ, ഒരു കുട്ടനെ, ഏതാണ് എന്ന് നമുക്കറിയില്ല, പക്ഷേ ബിഇജ്ലിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ നന്നായി പൊരിച്ചു വേവിച്ച് കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ സ്വഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും, നിങ്ങളിൽ ഏറ്റവും ഹൈറായവനെ പറഞ്ഞു തരട്ടെ, ഷർറായവനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഹൈറായവനെ പറഞ്ഞു തരട്ടെയോ? ഫസക്കത്തൽ ഖൗം, ജനങ്ങൾ മിണ്ടാതിരുന്നു. ഫഅആദഹ സലാസ മറാത്തിൻ, 3 തവണ അള്ളാഹുവിൻ്റെ റസൂൽ ആവർത്തിച്ചു. അപ്പോൾ ഫഖാല റജുലുൻ മിനൽ ഖൗം, ഒരാൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിൻ്റെ റസൂലെ. അവിടെ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ മിണ്ടാതിരുന്നത്? 3 തവണ റസൂലുള്ളാഹ്ക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടാണത്? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു തരാണെങ്കിൽ വേഗം പറഞ്ഞു തരുമെന്നല്ലേ പറയേണ്ടത്? എന്തുകൊണ്ട് പറഞ്ഞില്ല? ആര് പറയും? ആൻസർ പറയും. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? ആദ്യത്തിൽ പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? ആര് പറയും? ചോദ്യം ഒന്നും കൂടി പറയാം, അപ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ചോദ്യത്തിലുള്ളത് അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും, നിങ്ങളിൽ ഷർറായവരിൽ നിന്ന് ഖൈറായ ആളെ പറഞ്ഞു തരട്ടെയോ? അതെ, അവർ ഭയപ്പെട്ടത് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഷർറായ ആളെ പറയാണോ എന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങാനും പറഞ്ഞാൽ ഒന്നാളാണ് ഖൈർ, ഇന്നാൾ ഷർറാണെന്ന് പറഞ്ഞാൽ അവർ ഭയപ്പെട്ടു. ഫസക്കത്തൽ ഖൗം, ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തെ ഒരുപക്ഷെ ഈ രൂപത്തിൽ പേഴ്സണലായിട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ മിണ്ടാതിരുന്നത്. അല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ മിണ്ടാതിരുന്നതല്ല. അല്ലാത്തതിലൊക്കെ അവർ വേഗം ചാടിക്കേറി പറയും, ബലാ യാ റസൂലല്ലാഹ്. പക്ഷേ ഇത് ഇൻഡിവിജ്വലായി വല്ലവരെയും പറയുമോ എന്ന് വിചാരിച്ചിട്ട് അവർ മിണ്ടാതിരുന്നിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അവർ മിണ്ടാതിരുന്നിരുന്നു. അത്തരം വിഷയങ്ങളിൽ അവർക്ക് ഭയങ്കരമായ ഫഹ്മായിരുന്നു. കാരണം അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു നോക്കിക്കണ്ടിട്ടാണ് സഹാബത്തിനെ തിരഞ്ഞെടുത്തത് എന്ന് സ്വഹീഹായ റിവായത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രയും മുന്തിയ മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ട് അവർക്കത് പറയാൻ ഒരു ബേജാറായി. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ റിപ്പീറ്റ് ചെയ്താൽ പിന്നെ അവർക്ക് തോന്നും ഇത് പറയാതിരുന്നാൽ പ്രശ്നമാണ്. അപ്പോഴാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, പറയാൻ വേണ്ടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ യുർജാ ഖൈറു വയുഅ്മനു ശർറുഹു, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ മൻ യുർജാ ഖൈറുഹു, ഒരാളിൽ നിന്ന് ഖൈർ മാത്രമേ പ്രതീക്ഷിക്കപ്പെടുന്നുള്ളൂ എങ്കിൽ അവനാണ് ഏറ്റവും ഖൈറായവൻ. വയുഅ്മനു ശർറുഹു, അവൻ്റെ ഷർറിനെ കുറിച്ച് മറ്റുള്ളവർ നിർഭയത്വത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവൂല എന്ന ഒരു നിർഭയത്വം മറ്റുള്ളവർക്ക് ലഭിക്കുകയാണെങ്കിൽ അവനാണ് ഏറ്റവും ഖൈറായവൻ. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, ഒരു യഥാർത്ഥ മുസ്ലിം
അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കൈകളിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാണെങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് അയാളെക്കൊണ്ടൊരു ഉപദ്രവം എനിക്കുണ്ടാകുന്നു തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയും, നമ്മുടെ ഗീബത്ത് പറയും, നമീമത്ത് പറയും, ഏഷണി പറയും, നമ്മളെക്കുറിച്ച് കളവ് പറയും, നമ്മളെ വഞ്ചിക്കും. ഇങ്ങനെയൊക്കെ ഒരാളെക്കുറിച്ച് നമുക്ക് തോന്നിയാൽ തന്നെ, സമൂഹത്തിന് അങ്ങനെ ഒരാളെക്കുറിച്ച് തോന്നിയാൽ അവൻ ഷർറാണ് എന്നാണ്. അതാണ് അതിൻ്റെ അടയാളം. നേരെ മറിച്ച് ഒരാളിൽ നിന്ന് അയാളെക്കൊണ്ട് എനിക്ക് ഹൈറ ഉണ്ടാവും, എൻ്റെ ഒരു കുറ്റം അയാൾ മറ്റൊരാളോട് പറയൂല, എൻ്റെ ഒരു രഹസ്യം അയാൾ എനിക്ക് മറച്ചു വെക്കും, അയാളുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ എനിക്കോ കുടുംബത്തിനോ ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നൊരാളെക്കുറിച്ച് നമുക്ക് തോന്നുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്ഥാനമാണ്, അത് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഇസ്ലാമിൻ്റെ മഹത്വവും അതാണ്. ഇസ്ലാം അതിനു വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് എപ്പോഴും നമ്മളിൽ നിന്ന് ഖൈർ മാത്രം പ്രതീക്ഷിക്കാവുന്ന രൂപത്തിൽ പെരുമാറണം. ഷർറ് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചുണ്ടാവരുത്. എന്നാൽ ഷർറിൻ്റെ ആളാരാണ്? അത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വശർറുക്കും മൻ ലാ യുർജാ ഖൈറു. ഒരാളിൽ നിന്ന് ഒരു ഖൈറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഏറ്റവും ഷർറായവനാണ്. വലാ യുഅ്മനു ഷർറുഹു. അവൻ്റെ ഷർറിനെക്കുറിച്ച് നിങ്ങൾ നിർഭയത്വത്തിലുമല്ല. ഇവനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവം എനിക്ക് ഉണ്ടാവും എന്നൊരാളെക്കുറിച്ച് തോന്നുമ്പോൾ അവൻ ഷർറായവനാണ്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അവൻ ഖൈറായവനാണ്. ആ നിലക്ക് നമ്മളുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും ഖൈറായ കാര്യമാണ്. എട്ടാമത്തത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുഇല അയ്യുന്നാസി ഖൈറുൻ. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കപ്പെട്ടു, മനുഷ്യരിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുൻ മുജാഹിദുൻ ബിമാലിഹി വനഫ്സിഹി ഫീ സബീലില്ലാഹ്. സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം ധനം കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനാരോ, ത്യാഗപരിശ്രമം നടത്തുന്നവനാരോ അവനാണ് ഏറ്റവും ഖൈറായവൻ. അത് യുദ്ധസന്ദർഭത്തിലാണെങ്കിൽ അങ്ങനെ, യുദ്ധമില്ലാത്ത സന്ദർഭങ്ങളിലും പണം കൊണ്ടും ശരീരം കൊണ്ടും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്താൻ വേണ്ടിയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രതിരോധിക്കുവാൻ വേണ്ടിയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടിയും തൗഹീദിന് വേണ്ടിയും ഷിർക്കിനെതിരായും പോരാടുന്ന വിഷയത്തിലുമൊക്കെ തന്നെ പണം ചെലവഴിക്കുക, ശരീരവും ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ദഅവാ രംഗത്ത്, തൗഹീദ് രംഗത്ത് ഒരു കൂട്ടായ്മയായി വർത്തിക്കുക. അതിലൊക്കെ വലിയ ഖൈറുള്ള കാര്യങ്ങളാണ്. നേരെ മറിച്ച് ചില ആളുകളുണ്ട്, അവർക്ക് ഈ ദഅവത്ത് അതേപോലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ചില ആളുകൾ മാത്രം ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല. സ്വഹാബികളെല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ നിന്ന് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. തൗഹീദിന് വേണ്ടിയും സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയും ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ. അത് സമ്പത്ത് കൊണ്ടാകട്ടെ, ശരീരം കൊണ്ടാകട്ടെ. നമ്മളും അങ്ങനെ തന്നെ തൗഹീദിന് വേണ്ടി, ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ശരീരവും ധനവും ചെലവഴിക്കുക. അതേറ്റവും ഖൈറായ അവസ്ഥയാണ് എന്നാണ്. ഒമ്പതാമത്തത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചു, യാ നബി അല്ലാഹ് മൻ ഖൈറുന്നാസ്. ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ ആരാണ്? നിങ്ങൾ നോക്കൂ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സ്വഹാബത്തിന് ചോദിക്കാനുള്ളത് അതാണ്, ഖൈറായ ആളുകൾ ആരാണ്? കാരണം അവർക്ക് ഏറ്റവും നല്ലവരാകണം, അതാണ് അവരുടെ ആഗ്രഹം. ഓരോ സന്ദർഭത്തിലും ഡിഫറൻ്റായ മറുപടിയാണ്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞതെല്ലാം ഒരു മുസ്ലിമിൻ്റെ ഖൈറാത്തുകളിലേക്ക് വരേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽ ഖൽബിൽ മഹ്മൂമി വൽ ലിസാനി സ്വാദിഖ്. സത്യം പറയുന്ന നാവുള്ള ഒരാൾ, അതേപോലെ തന്നെ മഹ്മൂമായ ഖൽബുള്ള ഒരാൾ. അപ്പോൾ മഹ്മൂമുൽ ഖൽബ് അതൊരു പുതിയ വേർഡാണ് അവർക്ക് അത് നുബുവത്തിൻ്റെ ഒരു വേർഡാണ്. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് സത്യം പറയുന്ന നാവ് എന്നത് മനസ്സിലായി, എന്നാൽ ഫമൽ ഖൽബുൽ മഹ്മൂം, ഖൽബുൽ മഹ്മൂം എന്താണെന്ന് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖിയ്യുൻ നഖിയ്യുല്ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഹസദ്. പാപചിന്തയില്ലാത്ത, ഒരാളെ കടന്ന് ആക്രമിക്കണമെന്ന ചിന്തയില്ലാത്ത, വലാ ഹസദ്, അസൂയയില്ലാത്ത. ആരോടും അസൂയയും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല, പാപചിന്തകളൊന്നുമില്ല, എല്ലാവരോടും നല്ല മനസ്സ്, നല്ല ചിന്ത, വിട്ടുവീഴ്ച, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹൃദയം. അങ്ങനെ ഒരു ഹൃദയമുള്ള ആളാണ് ഏറ്റവും ഖൈറായതെന്നാണ്. എന്നാൽ അസൂയ, പക, വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ വെച്ച് പുലർത്തിയാൽ അതൊക്കെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രകടമാകും ഓരോ സാഹചര്യത്തിൽ. അത് പ്രകടമാകാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ അതില്ലാതിരിക്കണം. ഉള്ളിലൊന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് പുറത്തു വരും. അപ്പോൾ ശുദ്ധീകരിക്കേണ്ടത് ബാഹ്യമായ ചില പ്രകടനങ്ങളല്ല, അത് നാട്യങ്ങളാണ്. അതിനപ്പുറത്ത് ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ, അതിൽ ഈ നന്മകളെ കുടിയിരുത്തിയാൽ പ്രവൃത്തി പദത്തിലും അത് കാണിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കണം. പത്താമത്തത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ ഏറ്റവും ഖൈറായ സമൂഹമാകുന്നു. നിങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി. എന്താണ് ക്വാളിറ്റി? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഘടകമായി വർത്തിക്കേണ്ടത് അംറുൻ ബിൽ മഅറൂഫ് വനഹിയുൻ അനിൽ മുൻകറാണ്. നല്ലതെല്ലാം പറഞ്ഞു കൊടുക്കുക. കുടുംബം മുതൽ സുഹൃത്തുക്കൾക്ക്, നാട്ടുകാർക്കൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കുക. തിന്മയായിട്ടുള്ളതിൽ നിന്ന് സമൂഹത്തെ വിലക്കുകയും ചെയ്യുക. ഇപ്രകാരം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളായി തീരണം. മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദി. വെറുക്കപ്പെട്ടത് കണ്ടാൽ കൈകൊണ്ട് തടയുക. ഫഇല്ലം യസ്തതി ഫബിലിസാനി. അതുകൊണ്ട് പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കുക. അതിനും പറ്റിയിട്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനോട് വെറുപ്പ് കാണിക്കുക. ഈ നിലക്ക് നന്മയുടെ പ്രചാരകരായി തീരുക, തിന്മയെ എതിർക്കുന്ന ആളുകളായി തീരുക. അതൊരു മനുഷ്യൻ്റെ നന്മയുടെ അടയാളമാണ്. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 എണ്ണമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് ഏറ്റവും ഖൈറായ ഒരു സമൂഹമായി മാറാൻ, ഏറ്റവും ഖൈറായ വ്യക്തികളായി മാറാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.